ഞാനൊന്ന് വീണമ്മേ. അയ്യോ, ഇപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ ലേഖയുടെ വീട്ടിലാ. അതിനിടയ്ക്ക് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. എല്ലാം ഞാൻ അറിഞ്ഞു മോളെ. ഉണ്ണി ഇവിടെ വന്നായിരുന്നു. ഓ, മോളും കണ്ണനും തമ്മിൽ പിരിയാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ട് ഉണ്ണിക്കൊപ്പം കരുണം പോവുകയും ചെയ്തു. അപ്പോ ഈ നാടകം കൊണ്ട് അങ്ങനൊരു ഗുണമുണ്ടായല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. മോക്കിപ്പോ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ലമ്മേ. ഞാൻ അമ്മയാവാൻ പോകുന്ന വിവരം ഉണ്ണിയും അവന്റെ അമ്മയൊക്കെ അറിഞ്ഞു. അങ്ങനൊരു അപകടമേ ഇതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ അവര് സ്റ്റെപ്പിൽ എന്തോ ഒഴിച്ചിട്ട് എന്നെ വീഴ്ത്തിയതാ. അതുകൊണ്ടിനി ഞങ്ങൾ രണ്ടാളും രണ്ടിടത്ത് നിൽക്കുന്നതാ നല്ലതെന്ന് കണ്ണേട്ടൻ തന്നെയാ പറഞ്ഞത്. കണ്ണേട്ടന്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ എനിക്കെന്റെ കുഞ്ഞിനെ പോലും നഷ്ടപ്പെടും. അത് ശരിയാ മോളെ. ഇങ്ങോട്ട് വന്നാലും അതാണ് അവസ്ഥ. ആ നിലയ്ക്ക് അനന്തുവിന്റെയും ലേഖയുടെയും കൂടെ നിൽക്കുന്നതാ നല്ലത്. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മോളെ? അമ്മ എന്തായി പറയുന്നേ? ലേഖ എന്നെ കൈവെള്ളയിലാ കൊണ്ടു നടക്കുന്നത്. അല്ലെങ്കിലും ലേഖയ്ക്കും അനന്തുവേട്ടനും ഒക്കെ ഇങ്ങോട്ട് വരണം എന്നായിരുന്നു. ഇവിടെ ചിലരൊക്കെ മോളും കണ്ണനും തമ്മിൽ ബന്ധം പിരിയാൻ പോവാണെന്ന് അറിഞ്ഞിട്ട് സന്തോഷം കൊണ്ട് തുള്ളി ചാടുക. ചാടട്ടെ ചാടട്ടെ, അവരെല്ലാവരും സന്തോഷിക്കട്ടെ. ആ സന്തോഷത്തിന് അധികം ആയുസൊന്നും ഇല്ലല്ലോ അമ്മേ. ഞാനിടയ്ക്ക് അങ്ങോട്ട് വന്നോളാം മോളെ. ശരി അമ്മ. മഹി, ഇത് കുടിക്ക്. ആരെ വിളിച്ചത്? അമ്മയാ. ഞാൻ വീണ കാര്യവും ഹോസ്പിറ്റലായ കാര്യമൊന്നും അമ്മയോട് പറഞ്ഞില്ലല്ലോ. ഇപ്പോ ഉണ്ണി പറഞ്ഞിട്ടാ അമ്മ അതൊക്കെ അറിഞ്ഞത്. ഓ, ഉണ്ണിയത് വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറയല്ല ചെയ്തത്, അവിടെ പോയി പറയാ ചെയ്തേ. ഇനിയിപ്പോ ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായിട്ടോ. പിണങ്ങിപ്പോയ കമലേശ്വരത്തെ ഇളയ മരുമകൾ തിരികെ പോയിട്ടുണ്ട് ഉണ്ണിക്കൊപ്പം. ആഹാ, ഞാനും കണ്ണേട്ടനും തമ്മി വേർപിരിയാൻ പോവാണെന്നറിഞ്ഞ അവൾ എന്ത് കോംപ്രമൈസിനും തയ്യാറാവും. ഞാനുള്ള വീട്ടിൽ നിൽക്കാനാ അവക്ക് പാട്. ഇപ്പൊ അവള് മാത്രമല്ല, മേഘൻ ഉൾപ്പെടെ എല്ലാവരും കണ്ണേട്ടന്റെ അരികിലേക്ക് പോവാൻ നോക്കും. ഇനി ഒരിക്കലും നിങ്ങൾ രണ്ടാളും ഒന്നിക്കാൻ പാടില്ല. ആ രീതിയിലൊക്കെ ആയിരിക്കും ഉപദേശങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ഒരു കണക്കിന് ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഇതൊക്കെ നല്ലതാ ലേഖേ. അമ്മമാരോട് കള്ളം പറയുന്ന പെൺമക്കൾ കുറവാ. എന്നിട്ടും മഞ്ജു പോലും അവളുടെ അമ്മയോട് കള്ളം പറഞ്ഞു. എന്നുവെച്ചാ സ്വന്തം മകൾക്ക് പോലും അമ്മയെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഇഷ്ടമില്ലാത്ത മരുമോൾക്ക് അവിടെ എന്തേലും നിലനിൽപ്പുണ്ടോ? അതുപോലെ തന്നെ കണ്ണേട്ടൻ അവരുടെ സ്വന്തം മോനല്ല. ആ അകലം എന്നും ഉണ്ടാവും. കൃത്യസമയത്ത് തന്നെയാ മഹി ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ മഹിയുടെ അമ്മയ്ക്ക് മഹിയെ കാണണമെന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് വരട്ടെ. ഇവിടെ വന്ന് 1-2 ദിവസം നിൽക്കട്ടെ. അത് അമ്മയ്ക്കും വലിയ സന്തോഷാവും. കുടിക്ക്. കുഞ്ഞിന് കളർ വെക്കാൻ കുങ്കുമപ്പൂ ഇട്ട പാലാ. കണ്ണേട്ടനും മഹിക്കും നല്ല കളറുണ്ട്. എങ്കിലും നിങ്ങളെക്കാളും കളറില് കുഞ്ഞ് ജനിക്കട്ടെ. ആരോഗ്യമുള്ള കുഞ്ഞ്.
എത്ര ദിവസത്തിന് ശേഷമാ എന്റെ മോളൊന്ന് ചിരിച്ചു കാണുന്നത്. മോളെ, സന്തോഷായോ എന്റെ മോക്ക്? സന്തോഷായതുകൊണ്ടല്ലേ അമ്മയുടെ മോനോടൊപ്പം ഇങ്ങോട്ട് തന്നെ വന്നത്. ലക്ഷ്മി ഇല്ലാത്ത ഈ വീട് എനിക്ക് സ്വർഗ. ഇവിടെ എനിക്ക് ഒന്നിനും ഒരു കുറവുമില്ല. എന്നാൽ എന്നെ ഭരിക്കുന്ന ആ വഴിതെറ്റിയവളെ എനിക്ക് കാണാൻ പ്രയാസം. അവള് പിന്നെ വന്നില്ലല്ലോ. അങ്ങനെ വരാൻ പറ്റുമോ? അവളെങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാലേ അവളെ ഞാൻ ചൂലെടുത്തടിക്കും. അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ ഇതായിരിക്കും അമ്മ അനുഭവം. കണ്ണേട്ടനീന്ന് അകന്നു പോവാൻ അവള് തന്നെ ഒരു കാരണം ഉണ്ടാക്കിയല്ലോ. അപ്പോ നമ്മുടെ പ്രാർത്ഥനയും ദൈവങ്ങളെ കേൾക്കുന്നുണ്ട് മോളെ. എന്റെ അച്ഛനും മുത്തശ്ശിയും അതുപോലെയാ ദൈവങ്ങളെ വിളിച്ചത്. ഇനി കണ്ണേട്ടനോട് നീ പഴയ ദേഷ്യമൊന്നും കാണിക്കരുത്. അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ലക്ഷ്മിയെ തള്ളിക്കളഞ്ഞ കണ്ണേട്ടനോട് എനിക്ക് വെറുപ്പില്ല. ആളിവിടെ ഉണ്ടോ അമ്മേ? ആ, മുകളിലുണ്ട്. വിവാഹം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെ ഞാൻ അവളുടെ സ്വഭാവം എന്താന്ന് അങ്ങേരോട് പറഞ്ഞതാ. ആ നേരത്ത് അവൾക്കൊപ്പം നിന്ന് എന്നെ കൊച്ചാക്കാനാ അയാൾ നോക്കിയത്. എന്റെ എല്ലാ സങ്കടവും ഇതോടെ തീർന്നമ്മേ. അവൾ ഇനി കമലേശ്വരത്തെ മരുമോളായിട്ട് വാഴരുത്. എന്റെ മുന്നില് തല ഉയർത്തിപ്പിടിച്ച് നടക്കരുത്. എനിക്ക് അത്രയുള്ളൂ. എടാ, ഇനി നിനക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ട് മോനെ. അതില്ലാത്തത് ഇനി അവനാ. ഇന്നലെ വരെ ഭാര്യയുടെ പേരും പറഞ്ഞ് അഹങ്കരിച്ച ഈ വീട്ടിലെ മൂത്ത സന്താനത്തിന് കണ്ണേട്ടാ, നീയാ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കായിരുന്നല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ കണ്ണേട്ടനോട് വലിയ വിഷമം തോന്നി. അതുകൊണ്ടാ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണേട്ടാ, അവിടെ തന്ത്രശാലിയാണെന്ന്. ഇപ്പൊ എന്തായി? കണ്ണേട്ടന്റെ സ്വത്തുക്കളുടെ പകുതിയും അവള് സ്വന്തമാക്കിയില്ലേ? എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവള് കണ്ണേട്ടന്റെ കഴുത്തറുത്തില്ലേ? കണ്ണേട്ടന് അതാരുടെ കുഞ്ഞാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ? അതേപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അനന്തുവേട്ടന്റെ ആകാനാണ് സാധ്യത. അങ്ങനെയാ അമ്മയും പറയുന്നേ. അനന്ത് ഒരു ചതിയനല്ല. അവനെ ഉണ്ണിയേക്കാൾ വിശ്വാസം എനിക്ക്. കണ്ണേട്ടന് എല്ലാരെയും വിശ്വാസം, ഈ കുടുംബത്തിലുള്ളവരെയും എന്നെ ഒഴിച്ച്. അനന്തേട്ടനും ഭാര്യയായിട്ടല്ലേ കണ്ണേട്ടനും ലക്ഷ്മിയും ടൂറിന് പോയത്? ആ സമയത്തെല്ലാം മഹി എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ആ, പിന്നെ വേറൊരുത്തൻ നേരത്തെ അവളെ പാട്ടിലാക്കാൻ നോക്കിയതാണല്ലോ, ആ സാഗർ. അവന് പെൺകുട്ടികളെ സ്വാധീനിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. അങ്ങനെയാണല്ലോ മേഘേട്ടന്റെ ഭാര്യയായിരുന്ന കണ്ണേട്ടന്റെ പെങ്ങളെ അവൻ തട്ടിയെടുത്തത്. കണ്ണേട്ടൻ ആ തോമസ് വൈദ്യന്റെ ചികിത്സയിലായിരുന്നപ്പോ സാഗറും അവിടെ ഉണ്ടായിരുന്നല്ലോ. കണ്ണേട്ടന് ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുമ്പോ മഹി ഒറ്റയ്ക്കായിരുന്നില്ലേ മുറിക്കകത്ത്? കരണേ, എനിക്കിപ്പോ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട്
ദയവ് ചെയ്ത് നമ്മുടെ സംസാരം അതിലേക്കൊന്നും പോവരുത്. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. പക്ഷെ അവൾ ഇതിനൊക്കെ അനുഭവിക്കും, കണ്ടോ? അവൾക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ ദത്തെടുക്കാമായിരുന്നല്ലോ. അതിനെന്തിനാ ഇങ്ങനെ ചെയ്തത്? ആ കുഞ്ഞ് ജനിക്കത്തില്ല കണ്ണേട്ടാ. ഇനി ജനിച്ചാൽ തന്നെ ആ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടാവും. ആ കുഞ്ഞിനെ നോക്കിയിരുന്ന അവൾക്ക് കരയാനേ സമയം കാണും. അത് ദൈവം അവൾക്ക് കൊടുക്കുന്ന ശിക്ഷയാ. ഇതുകൊണ്ട് തന്നെയാ ഇവക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ദാ ആ അമ്മേ, അവസരങ്ങളെ തുലച്ചതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അച്ഛനും അപ്പച്ചയും കൂടി കണ്ണന് മരുന്ന് മാറ്റിക്കൊടുത്ത് കണ്ണനെ ജീവിതകാലം മുഴുവൻ തളർത്തി കിടത്തിയിരുന്നു. അത് നല്ല കാര്യം തന്നെയാ. എന്നാൽ അപ്പോഴും അവന് ജീവിക്കാൻ അവസരം കൊടുത്തത് നമുക്ക് പറ്റിയ വീഴ്ചയാണമേ. ഇനി അതുപോലുള്ള വീഴ്ചകൾ ഉണ്ടാവരുത്. ഇനി എന്തെങ്കിലും കാരണവശാൽ മഹാലക്ഷ്മി കണ്ണനും തമ്മിൽ ഒന്നിക്കുകയാണെങ്കിൽ അതിനു മുന്നേ കണ്ണനെ അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് വിടണമെന്നാണോ നീ പറയുന്നത്? ഒരിക്കലും അല്ല. അവനെ തളയ്ക്കണം, ഒരു പെണ്ണിനെ കൊണ്ട്. അവന്റെ ജീവിതത്തിൽ ഇനിയൊരു മഹാലക്ഷ്മി ഉണ്ടാകരുതെന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? ഉണ്ടാകരുത്. പുറത്തുനിന്നൊരു മഹാലക്ഷ്മി ഇനി അവന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. കുടുംബത്തിനകത്തുള്ള ഒരാള് ആ സ്ഥാനത്ത് വരണം. ആഹാ, അല്ല, അച്ഛൻ വീണ്ടും വീൽ ചെയറിലായോ? ഒരാവേശത്തിന് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നടക്കുന്നു പറഞ്ഞ് എപ്പോഴും ഇത് പറ്റത്തില്ല. അല്ല, കുടുംബത്തിനകത്ത് നിന്ന് നീ കണ്ണന് വേണ്ടി കരുതി വെച്ച പെൺകുട്ടി ഏതാ? ഇവള് തന്നെ, എന്റെ പുന്നാര പെങ്ങള്. വാ മോളെ, ഇങ്ങ് വാ മോളെ. ഇതൊരു ഗോൾഡൻ ചാൻസാ. എടി, ഇത് ഒരു കാരണവശാലും കളഞ്ഞു കുളിക്കരുത്. മേഘേട്ടൻ എന്തേ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് വ്യക്തമാണ്, എല്ലാവർക്കും വ്യക്തമാണ്. ഇനി പുറത്തു നിന്നൊരു പെൺകുട്ടി കണ്ണന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് നീ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണം. നീ അവന്റെ മുറപ്പെണ്ണാണ്. എടി, നിന്നെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ആഗ്രഹം, പ്രത്യേകിച്ച് അച്ഛന്റെ. അന്ന് വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തന്നെ വേണ്ടാന്ന് നീയാണ് പറഞ്ഞത്. ഇപ്പോഴും എന്റെ അഭിപ്രായത്തിന് മാറ്റമൊന്നുമില്ല ഏട്ടാ. എന്റെ മോളെ, അത് മാറ്റണം. ഇതൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരു നാടകം, ഒരു അഭിനയം. അത് കഴിഞ്ഞാല് നിനക്ക് നിന്റെ പാട് നോക്കി പോവാം. ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് മോളെ. കണ്ണനെ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ അവന്റെ എല്ലാ സ്വത്തുക്കളും നമുക്ക് കിട്ടും മോളെ. എങ്ങനെ കിട്ടുമെന്ന് അമ്മ ഈ പറയുന്നേ? കണ്ണേട്ടന്റെ സ്വത്തിന്റെ പകുതി ഇപ്പൊ മഹാലക്ഷ്മിയുടെ പേരിലല്ലേ? എന്റെ മോളെ,
ആ പകുതിയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാവടി. ആ, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടോളാം. നീ ആദ്യം കമലേശ്വരത്തെത്തണം. മഹാലക്ഷ്മിയെ കണ്ണൻ കല്യാണം കഴിച്ച ശേഷം നീ ആ പരിസരത്ത് പോലും പോയിട്ടില്ല. ഇനി പക്ഷേ നീ അവിടെ ഉണ്ടാവണം, കണ്ണന് താങ്ങായി തണലായി. ഏ അച്ഛൻ എന്തൊന്നും പറയാത്തത്? ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ മോളെ. അന്ന് നീ ഇതിനൊക്കെ സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്ന് നിന്റെ നാത്തൂൻ മഞ്ജു പോലും ഇവിടെ കണ്ടേനെ. മഹാലക്ഷ്മി വന്നുകൊണ്ടല്ലേ ഇവനവന്റെ മുറപ്പെണ്ണിനെ പോലും നഷ്ടപ്പെട്ടത്. ദേ, അതെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. മോളെ, നീ ഒരു ത്യാഗം ചെയ്യണമെന്ന്. അതെങ്ങനെ ത്യാഗമാവൂടാ? കണ്ണന്റെ സ്വത്തെല്ലാം കിട്ടാൻ വേണ്ടി അവനെ കൊണ്ടൊരു താലി ഇടിയിക്കുന്നു. അല്ലാതെ അത് ബലമുള്ള താലിയൊന്നും അല്ല. നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാം നേടിക്കഴിഞ്ഞ ഉറപ്പുള്ളൊരു താലി ഞങ്ങൾ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് നിന്റെ കഴുത്തിൽ ഇടിയിക്കാം. മോളെ, ദേ, നിനക്ക് തന്നെ നല്ല നിരാശയില്ലേ കണ്ണന്റെ കണക്കറ്റ സ്വത്തുക്കൾ നമുക്ക് വന്നു ചേരാത്തതില്? ദേ, ഇത് ആ നിരാശയൊക്കെ മാറ്റാനായിട്ട് ദൈവം തന്ന സന്ദർഭമാണ്. അത് നമ്മൾ പുറങ്കാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ച അത് ദൈവം നിന്നെ പറയാൻ പറ്റൂ. ശരി, എനിക്ക് സമ്മതമാണ്. മേഘേട്ടനും അച്ഛനും അമ്മയും എല്ലാം പറഞ്ഞതുപോലെ എല്ലാം നടക്കട്ടെ. കണ്ണേട്ടാ, ആ, ഒരാള് വന്നിട്ടുണ്ട്. കമലേശ്വരത്തെ ഇളയ മരുമോള് ഉണ്ണിക്കൊപ്പം. ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ. അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു. തൻ്റെ അമ്മ എന്നെയും വിളിച്ചിരുന്നു. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് നമ്മൾ രണ്ടാള് രണ്ടിടത്ത് നിൽക്കുന്നതില്. അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വേർപാടാണോ? ഞാൻ അനന്തുവേട്ടന്റെ ലേഖയുടെയും കൂടെ അല്ലേ നിൽക്കുന്നേ. എപ്പോ വേണമെങ്കിലും കണ്ണേട്ടൻ ഇങ്ങോട്ട് വരാലോ. എങ്കിലും നമ്മുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഏതു നേരവും താൻ എൻ്റെ അടുത്തുണ്ടായിരുന്നല്ലോ. ആവേശം എനിക്കും ഉണ്ട് കണ്ണേട്ടാ. പിന്നെ കുഞ്ഞിന്റെ കാര്യം ആലോചിക്കുമ്പോ ഇതന്നെയാ നമുക്ക് നല്ലത്. അതുകൊണ്ട് തന്നെയാ ഞാൻ എല്ലാത്തിനും നേരെയും കണ്ണടയ്ക്കുന്നേ. കരുണയ്ക്കൊക്കെ ഇപ്പോ എന്നോട് വല്ലാത്തൊരു സ്നേഹമാ. അവള് പറഞ്ഞതൊക്കെ ശരിയായതിന്റെ ഒരു സന്തോഷമാ അവക്ക്. കല്യാണം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തില് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോ താൻ വഴിതെറ്റി നടക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് അവള് പറഞ്ഞായിരുന്നല്ലോ. അതിപ്പോ സാധിച്ചതിന്റെ സന്തോഷത്തിലാ അവള്. സന്തോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. അങ്ങനെയെങ്കിലും ഉണ്ണിയൊത്ത് അവള് നന്നായി ജീവിക്കുന്നെങ്കിൽ ജീവിച്ചു പൊക്കോട്ടെ കണ്ണേട്ടാ. അങ്ങനെ ജീവിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. നമുക്കൊരു കുഞ്ഞ് ജനിച്ച ശേഷം സത്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കഴിയുമ്പോ വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോവും. അതല്ലേ കുഴപ്പം. രണ്ടാൾക്കും ഇടയിലുള്ള പിണക്കം മാറ്റാനാ അന്ന് താൻ ഉണ്ണിയുടെ കയ്യിലൊരു നെക്ലേസ് വാങ്ങിക്കൊടുത്തത്. അത് അവസാനം സംസാരത്തിന് വഴിവെച്ചില്ലേ. ചില ആൾക്കാർക്ക് എന്ത് നന്മ ചെയ്താലും അതുകൊണ്ട് പ്രയോജനമില്ല മഹി. തൻ്റെ അമ്മയൊഴിച്ച് തൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ ഈ കുടുംബത്തിലുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാ. നമ്മൾ ഹൃദയം എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്താലും അവരതിനൊന്നും ഒരു വിലയും തരില്ല. പിന്നെ ഇപ്പൊ സ്വത്തെല്ലാം നമ്മുടെ രണ്ടുപേരുടെയും പേരില. ചിലതൊക്കെ തന്റെ പേരിൽ മാത്രം. അതുകൊണ്ട് ഈ വീട്ടിലും ഫൈനാൻസിയേഴ്സിലും കൺസ്ട്രക്ഷൻ കമ്പനിയിലും ഒക്കെ എപ്പോ വേണമെങ്കിലും തനിക്ക് കടന്നു വരാം. ആരെങ്കിലും ഇറങ്ങി പോവാൻ പറഞ്ഞ അവരുടെ മുഖത്ത് നോക്കി തനിക്ക് പറയാം ഇറങ്ങിപ്പോവാൻ. എന്നുവെച്ചാ എന്റെ സ്വത്തുക്കളിൽ
ഇപ്പോ എന്നേക്കാൾ അധികാരം തനിക്കാണെന്നുള്ള ബോധം വേണം. ഉം, എവിടെയും ചൂളിപ്പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കണ്ണേട്ടൻ അവിടെ ആർക്കും സംശയത്തിനുള്ള ഇടം കൊടുക്കാതിരുന്നാ മതി. പിന്നെ എന്നെ വിളിക്കുമ്പോ പോലും വളരെ സൂക്ഷിക്കണം. ശരി മഹി, സമയം കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി കണ്ണേട്ടാ. സാഗരേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. മഞ്ജു, കണ്ണൻ സാറും അനന്തോടനൊക്കെ പാത്രം അറിഞ്ഞു തന്നെയാ വിളമ്പുന്നത്. എത്ര നന്നായിട്ടാ തന്റെ വീട്ടുകാരെയും കർണയുടെ വീട്ടുകാരെയൊക്കെ അവര് കുരങ്ങളിപ്പിക്കുന്നത്. അത് വേണം സാഗരേട്ടാ. എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരാ എന്റെ അമ്മ. അങ്ങനെയുള്ള അമ്മ ഇഷ്ടമില്ലാത്ത മരുമകൾക്ക് കുഞ്ഞ് ജനിക്കാൻ സമ്മതിക്കോ? ഇപ്പൊ അവരീ കാണിക്കുന്ന ഡ്രാമയൊക്കെ നല്ലതാ. പക്ഷേ കണ്ണൻ സാർ സൂക്ഷിക്കണം. അദ്ദേഹത്തിന്റെ ചുറ്റിനുള്ളവരൊക്കെ അദ്ദേഹം ജീവിച്ചിരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാ.